രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയാണ് കേട്ടോ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവൂടിനുള്ള ഫുഡ് അമ്മ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിയെ ഓരോന്ന് ചെയ്ത് തുടങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഓരോന്ന് ചെയ്ത് പതിയാണ് കേട്ടോ ഓരോന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തിളച്ച് വന്നപ്പോൾ നേരെ റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ചാളയാണ് കേട്ടോ. ഇന്നലെ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ തേങ്ങ അരച്ചാണ് മീൻകറി വെക്കാറ് പതിവ്. പക്ഷേ ഇത്തവണ പുളിയും മുളകും വെക്കാമെന്ന് വിചാരിച്ച് വറുത്ത മുളകും മല്ലിയിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പുളിയൊക്കെ ചേർത്തൊന്ന് അരച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അരച്ച് വെച്ച് ആ ഒരു പേസ്റ്റും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കുന്നുണ്ട്. സിങ്കൊക്കെ നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്കാൻ മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് തിളച്ച് വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. മീൻ കറിയും പാവയ്ക്കാൻ മെഴുക്കുരട്ടിയും രസമൊക്കെയാണ് കേട്ടോ ഇന്ന് ഫുഡിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.